ഹലോ ഇതെല്ലാവരും കൂടെ ഇത് ഇങ്ങോട്ടേ ഓടി പോകുന്നു. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മയണൈസിൻ്റെ റെസിപ്പി നമ്മൾ കണ്ടാലോ. സാധാരണ പച്ചമുട്ടയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ അതൊന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ 2 അല്ലി ഇട്ടാൽ മതി. ഇത് വെളുത്തുള്ളിയുടെ ചുവ അധികം ഇഷ്ടപ്പെടുന്നവർക്ക് 4 അല്ലി ഇടാം കേട്ടോ. പിന്നെ ഒരു പകുതി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. നാരങ്ങാനീര് ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ചെയ്യേണ്ടത് ശകല ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ. അല്ലാതെ മയോണൈസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഇതിന് നമ്മൾ 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ചെയ്യേണ്ടത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മയണൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ മയണൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് അധികം സമയം വേണം. അതും അതിൽ അൺഹെൽത്തിയാണ്. അപ്പോൾ ഇത് നല്ലൊരു കുട്ടികൾക്കായിട്ട് വിശ്വസിച്ച് നമുക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു മയണൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നാലേ കൂടുതൽ ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ദയവായി കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.